നമസ്കാരം സാറേ. നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശമേ ഒരു കമ്മ്യൂണിക്കേഷൻ ക്ലാരിറ്റി, കസ്റ്റമർ, ആർക്കിടെക്ട്, കോൺട്രാക്ടർ, നമ്മൾ നാല് പേരും തമ്മിൽ ഒരു അലൈൻമെന്റ് കറക്റ്റ് ആവുന്നില്ല. അപ്പം സാറിന് അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് കറക്റ്റ് പറഞ്ഞില്ലെങ്കിൽ ഇത് കോൺട്രാക്ടറിന് ചിലപ്പം പ്രയാസം കാണും, ചിലപ്പോൾ ആർക്കിടെക്ട് ദേഷ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇത് വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ അത് വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. ഇതിന്റെ ചുറ്റിപ്പറ്റി തന്നെ ഒരാഴ്ചക്ക് മേളിലായി. ചെറിയ കാര്യമാണ്, പക്ഷെ അത് കൂടുതൽ സമയം എടുക്കുന്നു. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇത് പറ്റുന്നത്രയും ചെറിയ വീഡിയോ ആയിട്ട് തന്നെ ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ സാറ് ഓൾട്ടയിൽ ബൾക്ക് ഹെഡ് വേണ്ട, നമ്മൾ മേള് വരെ ഓൾട്ടയിൽ ഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ് കസ്റ്റമർ ഇപ്പം ഡിമാൻഡ് ചെയ്തിരിക്കുന്നത്. അതിന് ഇഷ്യൂസ് ഒന്നുമില്ല. അതിന് ഒറ്റ കാര്യമേ ഉള്ളൂ, സാറ് കോൺട്രാക്ടറുമായിട്ട് സംസാരിക്കുമ്പം ചിലപ്പോൾ ഇതെല്ലാം കരാർ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ. ഈ ഓൾട്ടയില് നമ്മളുടെ ഓൾട്ടയില് ഇങ്ങനെയാണ് വരുന്നത്. ഇപ്പം ഇത് ഞാനൊരു പാർട്ട് മാത്രമാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ ഒരു വോള് മാത്രം ഒരു എക്സാമ്പിളായിട്ട് എടുത്തിട്ടാണ് കാണിക്കുന്നത്. ഇത് നമ്മുടെ ഷോ കിച്ചണിനകത്ത് നോർത്ത് സൈഡ് വരുന്ന വോള്. ഈ നോർത്ത് സൈഡ് വരുന്ന വോള് കണ്ടോ, ഇത് വോൾ യൂണിറ്റ്സുകൾ നമ്മൾ ഫിറ്റ് ചെയ്ത്, അതായത് ഫ്ലോറും വോൾ യൂണിറ്റും ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഗ്യാപ്പിലാണ് ഇവർ വോൾട്ടൈൽസ് പിടിപ്പിക്കുന്നത്. ഇതാണ് നോർമൽ ഒരു കോൺട്രാക്ടിങ് അല്ലെങ്കിൽ ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ ഒരു ഉടമ്പടി പ്രകാരം വോൾട്ടൈൽ പിടിപ്പിക്കുന്നത്. വോൾ യൂണിറ്റ്സുകളും ഫ്ലോർ യൂണിറ്റ്സും എല്ലാം വെച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സ്ഥലത്തായിരിക്കും ഇത് പിടിപ്പിക്കുന്നത്. ഇതാണ് നോർമൽ ചെയ്യുന്നത്. ഇപ്പോൾ കസ്റ്റമർ ഡിമാൻഡ് ചെയ്യുകയാണ്, എനിക്ക് താഴെ ഇരുന്ന് ഈ സീലിംഗ്, അതായത് നമ്മുടെ മേളത്തെ സീലിങ്ങിന്റെ ഹൈറ്റ് വേറെ. ഇതിപ്പോൾ ഞാൻ ഇവിടെ ഒരു ബൾക്ക് ഹെഡ് കൊടുത്തിട്ടുണ്ട്. ഇതുണ്ട്, ഇവിടെ ഒരു ബൾക്ക് ഹെഡ് കൊടുത്തിട്ടുണ്ട്. ആ ബൾക്ക് ഹെഡ് വേണമെങ്കിൽ ഞാനതൊന്ന് ഹൈഡ് ചെയ്യാം. ബൾക്ക് ഹെഡ് ചാനൽ, ബൾക്ക് ഹെഡ്, അഡീഷണൽ കവർ എന്നുള്ള രീതിയാണ് അത്. അപ്പം ഈ ബൾക്ക് ഹെഡ് നമ്മൾ ഒഴിവാക്കിയിട്ട് ഈ ടൈല് ഇവിടം വരെ മുകളിലോട്ട് പോകുകയാണ്. ഇപ്പം അത് കുറച്ചും കൂടെ കോസ്റ്റ്ലിയർ ആയിരിക്കും, കാരണം ഈ ഒരു വോള് മാത്രമല്ലല്ലോ, സാറിന് 2 കിച്ചണും ഇതേപോലെ തന്നെ ചെയ്യണ്ടേ. അപ്പോൾ അത് കോൺട്രാക്ടറിന്റെ ഒരു ഉടമ്പടി ആണെങ്കിൽ അവിടെ ഈ കസ്റ്റമർ അത് ആദ്യമേ നമ്മൾ കൺവേ ചെയ്തില്ലെങ്കിൽ കോൺട്രാക്ടറും കസ്റ്റമറും തമ്മിലൊരു അഭിപ്രായം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം കൊച്ചുമോൻ സാറിനോട് നമ്മളിത് പറയുമ്പോഴേ അവർക്ക് നമ്മളിത് ചെയ്തു വരുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവും. ചിലപ്പോൾ അത് ആ തിരക്കിൻ്റെ ഇടയ്ക്ക് ശ്രദ്ധിക്കാൻ പ്രയാസമായിരിക്കും. അപ്പം സാറ് ചോദിക്കേണ്ടത്, ഈ ഫ്ലോർ യൂണിറ്റിന്റെ, അതായത് 81 സെന്റിമീറ്റർ ഇരുന്ന് ഈ വോൾ യൂണിറ്റ് 240 സെന്റിമീറ്റർ ആണ് ഈ സീലിങ്ങിന്റെ ബോട്ടം. അതായത് ഫ്ലോറിൽ ഇരുന്ന് ഈ ബോട്ടം വരെ 240 സെന്റിമീറ്റർ. അപ്പൊ 240 മൈനസ് ഏകദേശം ഒരു 81 പ്ലസ് 2 83, ഒരു 157 160 സെന്റിമീറ്റർ എന്ന് പറഞ്ഞു. 160 സെന്റിമീറ്റർ ഹൈറ്റിലാണ് ഇവിടുന്ന് മേള് വരെ ഒട്ടിക്കേണ്ടത്. അപ്പൊ ഈ ടൈലിന്റെയും ഗ്രാനൈറ്റിന്റെയും അപ്രോക്സിമേറ്റ് എത്ര സ്ക്വയർ ഫീറ്റ് വേണ്ടി വരും? ഇത് ടൈലിന്റെ ആൾക്കാരും കോൺട്രാക്ടറുമാണ് പൊതുവെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്നാലും ഞങ്ങളുടെ ഭാഗത്തിരുന്ന് നമ്മൾ ഈ ടൈൽസിന്റെയും ഗ്രാനൈറ്റിന്റെയും ഒരു അപ്രോക്സിമേറ്റ് സ്ക്വയർ ഫീറ്റ് കൊടുക്കും. മനസ്സിലായി? അത് എന്തിനാ കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി. അത് ഇപ്പൊ തന്നെ, അതായത് ഇന്ന് നമ്മൾ ഇതിനൊരു തീരുമാനം പറയുകയാണെങ്കിൽ, ഞാൻ ഈ ടൈൽസ് ഇപ്പൊ കണ്ടില്ലേ, നമ്മൾ ടൈൽസ് ഇട്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണോ വോൾ യൂണിറ്റ്സ് വരുന്നത് അതിന് ഒഴികെയുള്ള സ്ഥലത്താണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ ഇതിന് മേളിൽ വരുന്നുണ്ട് എന്ന് പറയുകയാണെങ്കിൽ കസ്റ്റമറിന് കോൺട്രാക്ടറുമായിട്ട് സംസാരിക്കാൻ പറ്റും. 160 സ്ക്വയർ ഫീറ്റ് ഉണ്ട്. അപ്പൊ അത് എവിടെയൊക്കെയാന്നുള്ളത് ഞാനൊരു ലേ ഔട്ടിനകത്തും ആക്കിയാണ് തരുന്നത്. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ടൈൽസ് മേള് വരെ ഒട്ടിക്കുമ്പം ഉടമ്പടിയാണ് സംസാരിച്ചിരിക്കുന്നതെങ്കിൽ ഈ കോൺട്രാക്റ്റിൽ വേരിയേഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് നേരത്തെ പറഞ്ഞില്ലെങ്കിൽ ലാസ്റ്റ് ടൈമിൽ കസ്റ്റമറും കോൺട്രാക്ടറും തമ്മിൽ ഒരു ആശയവിനിമയത്തിന്റെ ഒരു പ്രശ്നം അവിടെ വരാനുണ്ട്. അപ്പൊ അത് ഒരു കാര്യം. രണ്ടാമത്, നമ്മൾ ഇപ്പം നിലവിൽ ചെയ്തിരിക്കുന്ന പോലെ തന്നെ പിന്നെ ഞാൻ നേരത്തെ കൊച്ചുമോൻ സാറുമായിട്ട് സംസാരിച്ച് പറഞ്ഞ്, നിങ്ങൾ ഫ്ലോർ യൂണിറ്റും വോൾ യൂണിറ്റും പിടിപ്പിക്കുക.
നിങ്ങൾ ഫ്ലോറിയോണ്ടും വോളിയോണ്ടും പിടിപ്പിക്കുക, ബാക്കിയുള്ള സ്ഥലത്താണ് ഞങ്ങൾ ടൈൽസ് ഒട്ടിക്കുന്നത്. ഇങ്ങനൊരു കാര്യം എന്നോട് ഞാൻ നേരത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ എന്നോട് പറഞ്ഞായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ഈ ഭാഗത്ത് തന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത്. കാരണം ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ലാഗിങ് അവിടെ എവിടെയോ ഉണ്ട്. അപ്പം അത് ഒരു ക്ലാരിറ്റി വരുത്താൻ വേണ്ടിയാണ് ഈ വീഡിയോ വീണ്ടും ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ഇപ്പം ചെയ്തിരിക്കുന്ന പോലെ ഫ്ലോറിയോണ്ടും വോളിയോണ്ടും ഫിറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള സ്ഥലത്ത് ഇത് വോൾട്ടൈൽസ് ഒട്ടിക്കുന്നു. ഇവിടെ ഇത് 24 സെന്റിമീറ്റർ നിൽക്കുന്നു. ഈ ഗ്യാപ്പിൽ സാറ് പറഞ്ഞ പോലെ പൊടിയോ ഇതോ വന്ന് കൂടും എന്നാണ് സാറിൻ്റെ ഒരു ഇത്. പക്ഷെ എൻ്റെ എക്സ്പീരിയൻസിനകത്തും എൻ്റെ നോളജിലും ഞാൻ പറയുന്നത് ഈ എണ്ണ, മസാല, ഈർപ്പം ഇതെല്ലാം ഈ ഫ്ലോറിയോണ്ട് ഗ്രാനൈറ്റ് ഈ ഭാഗത്തേ നിൽക്കത്തുള്ളൂ, ഈ ഗ്യാപ്പിൽ വരത്തില്ല. ഇവിടെ സാധാരണ പൊടി നമ്മൾ നോർമൽ ഈ എന്നാ പറയുന്നത് സാധാ ഇതില്ല, അതായത് തിക്കായിട്ടുള്ളതല്ല. നമ്മൾ ഡെയിലി വീട് തുടയ്ക്കുന്ന പോലെയല്ല, വർഷത്തിൽ 1-2 ഒക്കെ പ്രാവശ്യം നമ്മൾ ചെയ്യുന്ന പോലെ അത്രത്തോളം നിസ്സാര പൊടിയേ അവിടെ വരത്തുള്ളൂ. കാരണം എപ്പോഴുമേ ഇത്ര ഹൈറ്റിലോട്ട് ഇതൊന്നും പൊങ്ങത്തില്ല. പിന്നെ നമുക്കിതെല്ലാം ഇൻഡിപെൻഡന്റ് ആയിട്ടിരിക്കുന്ന യൂണിറ്റ്സാണ്. ഈ ജിപ്സം ബോർഡ് ഒന്ന് ക്ലോസ് ചെയ്തോട്ടെ. ചാനൽ ഈ ലാസ്റ്റ് ഓക്കെ. ഇപ്പൊ ഈ ഇതിന്റെ മേളിൽ നമുക്ക് ഈ സാധനങ്ങളൊന്നും ഇല്ലെന്ന് വിചാരിക്കുക. ഈ ഗ്യാപ്പിനകത്ത് ഈ പ്രശ്നം വരത്തില്ല എന്നുള്ളതാണ് എൻ്റെ സജഷൻ. ഇനി അങ്ങനെയല്ല, അത് അവിടെ ഈ പറഞ്ഞ വോൾട്ടേജ് ഒട്ടിക്കുന്നെങ്കിൽ വോൾട്ടേജ് ഒട്ടിക്കാം. ഇനി അതല്ല, ഇപ്പം ഈ മേളത്തെ ബൾക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഞങ്ങളുടെ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ട് പിന്നെ മേളിൽ വോൾട്ടേജ് ഇങ്ങ് വരെ ഒട്ടിക്കണം എന്ന് പറയുവാണെങ്കിൽ, അതായത് ഈ യൂണിറ്റിൽ വെച്ച് കഴിഞ്ഞിട്ട് ഇതിന്റെ മേളിൽ വോൾട്ടേജ് ഒട്ടിക്കണം എന്ന് പറയുവാണെങ്കിൽ വോൾട്ടേജ് ഒട്ടിക്കുന്ന ആൾക്ക് കുറച്ച് പ്രയാസമാണ്. എന്നാന്ന് പറഞ്ഞാൽ ഒന്ന് ഇതിന്റെ മേളിൽ കയറി നിന്ന് ഒട്ടിക്കുന്നതിനകത്ത് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ ഇതെല്ലാം ചെറിയ ചെറിയ പീസായിരിക്കും. അതായത് ഇത് താഴെ ഇരുന്ന് ഒട്ടിച്ച് വരുമ്പോൾ ഇപ്പോൾ ഈ വോളിയുണ്ട്, സാറിന് മനസ്സിലാകുന്നുണ്ടല്ലോ, ഈ വോളിയുണ്ട് ഒന്നും ഇല്ലാതെ ഇവിടുന്ന് അങ്ങ് ഒറ്റയടിക്ക് ഒട്ടിച്ച് വരുന്നത് അവർക്ക് വൃത്തിയായിട്ട് ചെയ്യാൻ പറ്റും. മറ്റേത് ഈ യൂണിറ്റിന്റെ മേളിൽ കയറി ചെറിയ പീസായിട്ട് ഒട്ടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ വോൾട്ടേജിൽ എങ്ങനെയാണ് ഒട്ടിക്കുന്നത് എന്ന് വെച്ചാൽ, ഇപ്പം മേള് വരെ ഒട്ടിക്കുന്നു എന്നുള്ളത് കസ്റ്റമറും കോൺട്രാക്ടറും തീരുമാനിച്ചു. ഓക്കെ, ഞങ്ങൾ ഈ ബൾക്കെട്ട് വരെ ഒട്ടിക്കുക എന്ന് പറയുവാണെങ്കിൽ ഞങ്ങളുടെ ഭാഗത്തിൽ നിന്ന് എന്നാ ചെയ്യുന്നത്, നമ്മൾ ഫ്ലോർ യൂണിറ്റ്സ് ആദ്യം സെറ്റ് ചെയ്യും. ഫ്ലോർ യൂണിറ്റ്സ് സെറ്റ് ചെയ്തിട്ട് ഈ വോൾ യൂണിറ്റ് ഫിറ്റ് ചെയ്യത്തില്ല. വോൾ യൂണിറ്റ് ഫിറ്റ് ചെയ്യുന്നത് ഈ വോൾ ടൈൽസ് പിടിപ്പിച്ച് കഴിഞ്ഞിട്ടായിരിക്കും വോൾ യൂണിറ്റ്സ് പിടിപ്പിക്കുന്നത്. അപ്പം അവർക്ക് വൃത്തിയായിട്ട് ഒട്ടിക്കാനും എളുപ്പം ഒട്ടിച്ച് പോകാനും എല്ലാം അത് അനുയോജ്യമായിരിക്കും. അതാണ് രണ്ടാമത് ഞാൻ പറയാൻ വന്ന കാര്യം. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അഡീഷണൽ ഡക്ട് പാനൽ. ഈ മേള് വരെ ടൈൽസ് ഒട്ടിച്ചു കഴിഞ്ഞിട്ട് ഈ അഡീഷണൽ പാനൽ വെച്ച് ഈ ഇപ്പം ഇതിനകത്ത് നമ്മൾ ഇത് കൊണ്ട് നിർത്തിയിരിക്കുക, ഏതാ ഫ്ലെക്സിബിൾ ഡക്ട് ഇങ്ങനെ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. ആ ഫ്ലെക്സിബിൾ ഡക്റ്റിലോട്ട് ഈ സാധനം അഡീഷണൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഈ പാനൽ കാണത്തില്ല, ഇത്രയും ഭാഗം കാണത്തില്ല. ഇതാണ് നമ്മൾ പറഞ്ഞ അഡീഷണൽ ഡക്റ്റിന്റെ പാനൽ. അങ്ങനെ മൂന്നാമത്തെ രീതി. നാലാമത്തെ രീതി, കസ്റ്റമറിന് പിന്നെ ആർക്കിടെക്ട് പറയാണ് അതല്ല, അത് ഈ ഗ്യാപ്പ് കാണാൻ പാടില്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചാനൽ അടിച്ചിട്ട്, ഇതാണ് അഡീഷണൽ, ഇങ്ങനെ അഡീഷണൽ ചാനൽ അടിക്കും. ഇതാണ് ഇങ്ങനെ അഡീഷണൽ ചാനൽ അടിച്ച് ഈ ചാനലിന്റെ മേളിലാണ് ഈ ജിപ്സം ബോർഡ് പതിപ്പിക്കുന്നത്. ഈ ജിപ്സം ബോർഡ് പതിപ്പിക്കുന്നത് അതിനുശേഷമാണ്. അപ്പം ഈ ഇപ്പം നമ്മള് ചിമ്മിനിക്ക് അഡീഷണൽ പാനൽ വരുന്നതിന്റെ എമൗണ്ട് എത്രയാണെന്നുള്ളത് നമുക്ക് നമ്മൾ കറക്റ്റായിട്ട് ബഡ്ജറ്റിനകത്ത് കാണിക്കാം, അല്ലെങ്കിൽ എസ്റ്റിമേറ്റിനകത്ത് കാണിക്കാം. വോൾട്ടേജിൽ നമ്മൾ ഇപ്പം മേളത്തെ ബൾക്കെട്ട് ചെയ്യുന്നു, യൂണിറ്റ് വരുന്നു, താഴെ നമ്മൾ ഫ്ലോർ യൂണിറ്റ് പിടിപ്പിക്കുന്നു, മേളിൽ വോൾ യൂണിറ്റ് പിടിപ്പിക്കുന്നു, ഗ്യാപ്പിൽ മാത്രം ഇവർ ടൈൽസ് ഒട്ടിക്കുന്നു, അഡീഷണൽ പാനൽ വെച്ച്
ഈ എക്സ്ട്രാ 30 സെന്റിമീറ്ററിൽ പോകുന്ന ഫ്ലെക്സിബിൾ ഓസ് കാണാതാക്കുന്നു. ഈ നടുക്കിരിക്കുന്ന ഗ്യാപ്പ് സാർ നോക്കുക, ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ട് അത് വീണ്ടും ഓക്വേർഡായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, എൻ്റെ അഭിപ്രായത്തിൽ 99.99% സാറിന് ഇൻസ്റ്റാളേഷൻ കഴിയുമ്പോൾ അത് ഒരു ഓക്വേർഡായിട്ട് തോന്നത്തില്ല. ആ ആ അവിടെ ഈ പറഞ്ഞ ബൾക്ക് ഹെഡ് ആ സമയത്ത് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ വീണ്ടും ഇങ്ങനെ ചാനൽ അടിച്ചാണ് ഈ ബൾക്ക് ഹെഡ് ഉണ്ടാക്കുന്നത്. ഈ ചാനൽ അടിച്ച് ബൾക്ക് ഹെഡ് സറൗണ്ടിങ്സ് ഫുൾ ഉണ്ടാക്കും. അതിൻ്റെ ആവശ്യമില്ല. അത് എന്തുകൊണ്ടാണ് ആവശ്യമില്ലെന്ന് പറയുന്നത് കാരണം എന്ന് പറഞ്ഞാൽ, നമ്മുടെ എല്ലാ യൂണിറ്റുകളും ഈ ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് ഓൾ യൂണിറ്റ്സ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഈ ബൾക്ക് ഹെഡിൻ്റെ പ്രസൻസ് ഇല്ലേലും അവിടെ ഒരു വൃത്തികേട് തോന്നത്തില്ല. അവിടെ ഒരു വൃത്തികേട് തോന്നത്തില്ല എന്നുള്ളതാണ് എൻ്റെ സജഷൻ. പക്ഷേ അത് ആർക്കിടെക്റ്റ് ഇവിടെ ഒരു ബൾക്ക് ഹെഡ് കൊടുക്കാനാണ് പറയുന്നത്. ഈ ബൾക്ക് ഹെഡ് കൊടുക്കാതെ നല്ല വൃത്തിയായിട്ട് നിൽക്കും എന്നുള്ളതാണ് എൻ്റെ സജഷൻ. അപ്പം സാറിപ്പം ആർക്കിടെക്റ്റോട് അല്ലെങ്കിൽ നമ്മുടെ കോൺട്രാക്ടറോട് ചോദിക്കേണ്ടത്, വോൾട്ടയിൽ ഏകദേശം ഈ 160 സെന്റിമീറ്റർ ഹൈറ്റിൽ മേളിൽ നിന്ന് താഴെ വരെ ഒട്ടിക്കുന്നുണ്ടോ എന്നുള്ളത് ചോദിക്കുക. അങ്ങനെ ഒട്ടിക്കാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഒട്ടിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഇപ്പൊ സാർ ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ മേളിൽ കയറി നിന്ന് വേണം ഈ ഭാഗം ക്ലീൻ ചെയ്യാൻ. അതൊന്നും പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല. മാത്രമല്ല ഇവിടെ ഒന്നും ഒരു ഡസ്റ്റോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. സാധാരണ ഒരു വീടില് സീലിംഗിൽ എന്ത് പൊടിയാണോ പെട്ടുന്ന അത്രയും പൊടി, അത്രയും ഹൈറ്റിലോട്ട് ഇതൊന്നും പൊങ്ങത്തില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത് സജഷന്. നമ്മൾ ചെയ്യേണ്ട രീതി എന്നാന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഇവർ ഈ ബൾക്ക് ഹെഡ് ചെയ്യുന്നുണ്ട്. ഈ ബൾക്ക് ഹെഡ് താഴെ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ഈ ഫ്ലെക്സിബിൾ ഓസ് ഇട്ട് വെക്കുക. ആ പണി കഴിഞ്ഞ ഉടനെ ഇപ്പൊ അതും ഒരു ഭാഗം ഇപ്പൊ തന്നെ പറ്റുന്നത്രയും നേരത്തെ നമ്മൾ പ്രൊഡക്ഷൻ കൊടുക്കുക. കാരണം ഇനി 60 ദിവസം എടുക്കത്തില്ലേ. അപ്പോൾ 60 ദിവസം എടുത്ത് കഴിയുമ്പോൾ സാധനം വന്നു കഴിയുമ്പോഴത്തേക്കും ഈ ഫ്ലോർ യൂണിറ്റും വോൾ യൂണിറ്റും ഒക്കെ പിടിപ്പിക്കുക. ഗ്രാനൈറ്റും ടൈലും ഒക്കെ അവൈലബിൾ സ്പേസിനകത്ത്, ബാക്കിയുള്ള സ്പേസിനകത്ത് കോൺട്രാക്ടർ പിടിപ്പിക്കും. ഈ രീതിയിൽ അഡീഷണൽ പാനൽ വെച്ച് നമ്മൾ ആ ഫ്ലെക്സിബിൾ നെറ്റുമായിട്ട് കണക്ട് ചെയ്യും. ഇനി ഈ ഗ്യാപ്പ് പിന്നീട് ആവശ്യം വരുന്നുണ്ടെങ്കിൽ സാറ് കോൺട്രാക്ടറോട് പറഞ്ഞിരിക്കുക, ഇൻസ്റ്റാളേഷൻ എല്ലാം കഴിഞ്ഞിട്ട് അത് വീണ്ടും ഓക്കേർഡായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം എനിക്ക് അഡീഷണൽ ഇങ്ങനൊരു ബൾക്ക് ഹെഡ് ചെയ്തു തരാൻ പറയുക. ഇനി അവർക്ക് അവിടെ ചെയ്യാൻ ആളില്ല എന്നുണ്ടെങ്കിൽ അത് സാർ അവരോട് കൺവേ ചെയ്യേണ്ട. ചെയ്യാൻ ആളില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ അലുമിനിയം സീലിംഗ് ചെയ്യുന്ന ആൾക്കാർ പരിചയമുണ്ട്, അവരെ വെച്ച് ചെയ്യാം. അതിന് എത്രയാണ് അഡീഷണൽ കോസ്റ്റ് ആവുന്നുള്ളത് ആ ടൈമിലോ, അല്ലെങ്കിൽ അത് സ്ക്വയർ ഫീറ്റിന് ഏതാണ്ട് എനിക്ക് തോന്നുന്നു 75 രൂപയോളം ആവുമെന്ന് തോന്നുന്നു സ്ക്വയർ ഫീറ്റ്. അത് എത്ര സ്ക്വയർ ഫീറ്റ് നോക്കിയിട്ട് അങ്ങനെ അഡീഷണൽ ചെയ്യാം. അതിനാവശ്യം വരത്തില്ല. അങ്ങനെ അവർക്ക് ആളില്ല. കാരണം ഇപ്പൊ 60 ഡേയ്സ് കഴിഞ്ഞിട്ട് വരുമ്പം അവർ പറയാ സീലിംഗിന്റെ ആൾക്കാർ മുഴുവനും ആ കോൺട്രാക്ട് ആണ്, അത് പോയി, ഇനി ഈ പണിക്ക് വേണ്ടി മാത്രം ആളെ കിട്ടാൻ പ്രയാസമാണ്. അങ്ങനെ ഒരു ഇത് വരുന്നുണ്ടെങ്കിൽ സാറ് ഞാൻ പറഞ്ഞ കാര്യം അവരോട് പറയില്ല, പിന്നെ അവർ ഉടനെ ഇവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ചോളാൻ പറയും. അതല്ലാതെ സാർ പറഞ്ഞു വെക്കുക, അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ ഇൻസ്റ്റാളേഷൻ കഴിയുമ്പോൾ ഇഷ്യൂ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞാൽ എനിക്ക് അതും കൂടെ ചെയ്തു തരാൻ പറ്റുമെന്ന് ചോദിച്ചു വെക്കുക. ഓക്കെ സാറേ. ഓക്കെ, താങ്ക് യു.